Today is March 2, 2026. After a few gaps, we are back. ഗ്ലോബൽ ഇവന്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഗോൾഡിന്റെ പ്രൈസ് നല്ലൊരു ഹൈക്കിൽ വി എക്സ്പെക്റ്റഡ്. ആൻഡ് ടുഡേ മോർണിംഗ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഗോൾഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ന്യൂയോർക്ക് സെഷൻ വി ആർ എക്സ്പെക്ടിങ് എ ഗുഡ് ട്രേഡ്, ബട്ട് സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ദാറ്റ്സ് ബിക്കോസ് ഒരു 50 മിനിറ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് വി എക്സ്പെക്റ്റഡ് എ ബൈയിങ് ആൻഡ് ഒരു റിജക്ഷൻ തന്നപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് 1:3 ചെറിയൊരു ട്രേഡ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹിറ്റ് എ സ്റ്റോപ്പ് ലോസ്. ആൻഡ് നൗ ഈ ഒരു ക്യാപ്പ് അപ്പ് തുടങ്ങിയ ക്യാൻഡിൽ തിരിച്ചു വന്നിട്ട് ഇവിടുന്നാണ് ബൈക്ക് എൻ്റർ ചെയ്തേക്കുന്നത്. സോ ഏഷ്യൻ്റെ നല്ലൊരു ലിക്വിഡിറ്റി ലെവലാണിത്. ഈ ലിക്വിഡിറ്റി ലെവൽ ബ്രീച്ച് ചെയ്തിട്ട് എഗെയിൻ വൺ മോർ റിജക്ഷൻ തന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് എൻട്രി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് അക്കൗണ്ട് ഈസ് ടോപ്പ് 1 ട്രേഡ് അണ്ടർ 200K ചാലഞ്ച് ഫേസ്. സോ ഇറ്റ്സ് അറൌണ്ട് 6% ആണ് നമുക്ക് വൺ സ്റ്റേജ് അക്കൗണ്ട് ആണ്. 6% മതി പ്രോഫിറ്റിന്. 50% കൺസിസ്റ്റൻസി റൂൾ ഉണ്ടായതുകൊണ്ട് മാക്സിമം 3% പെർ ഡേ മാത്രമേ പ്രോഫിറ്റ് അടിക്കാനും പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ് റെസ്ട്രിക്ഷൻ കിടക്കുന്നത് കൊണ്ട് വി ആർ പ്ലേസിങ് എ സ്മോൾ ട്രേഡ് ഹിയർ. ഈ ഒരു ട്രേഡിന് നമുക്ക് 1.5% അക്കൗണ്ട് അപ്പായിരുന്നു. വി പ്ലേസ്ഡ് 1.5% റിസ്ക് ഇൻ ദാറ്റ് ട്രേഡ് ആൻഡ് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സോ അക്കൗണ്ട് ഈസ് ബാക്ക് ടു ക്യാപിറ്റൽ. സോ ആ ക്യാപിറ്റൽ ലെവലിൽ നിന്ന് ഇപ്പം നമ്മൾ അഗെയിൻ ഒരു 1% റിസ്ക് ആണ്. 1% റിസ്ക് ആണ്. 1% റിസ്ക് ഈ ഒരു ട്രേഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഡെയിലി ഡ്രോ ഡൗൺ 3% സംതിങ് ആണ്. ആ ഡെയിലി ഡ്രോ ഡൗൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് 1% റിസ്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. 3% അറൌണ്ട് 2.5 to 2.6 എന്തോ സംതിങ് ആണ് റിട്ടേൺ. 2.82. സോ ചെറിയ ട്രേഡാണ്. ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. ഇതും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേ നമ്മൾ ഈസിലി വൈൻഡപ്പ് ചെയ്യും വിത്ത് 1.5% അക്കൗണ്ട് ടോട്ടൽ ഡ്രോ ഡൗണിൽ. സോ നമുക്കിനി വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ബേസിക്കലി 1 അവറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് തന്നു. ആ ഒരു മാർക്കറ്റ് റീട്രേസ്മെന്റ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു ലെവലിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് റിജക്ഷൻ തന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ്. ഇവിടുന്ന് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഫൈനൽ ടി പി ഈസ് അറൌണ്ട് 5,500. ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോലുള്ള എല്ലാ പ്രോബിലിറ്റി ഉണ്ട് ഗോൾഡ് ബിക്കോസ് ഓഫ് ദിസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് നമ്മൾ രാത്രി തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുഡേ നമ്മൾ ഓഫ്ലൈൻ സെഷൻ നടക്കുന്നതിനിടയ്ക്ക് വി ഗോട്ട് എ ഗുഡ് ട്രേഡ്. ഈ ട്രേഡ് വന്നിരിക്കുന്നത് 15 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് ജനറേറ്റ് ചെയ്തത്. ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ജനറേറ്റ് ചെയ്തതിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നല്ലൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റീടെസ്റ്റ് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തെങ്കിലും നമുക്ക് നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണോ കൺഫർമേഷനോ കിട്ടിയിട്ടില്ലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഫോം ആയെടുത്തുനിന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വാസ് അറൌണ്ട് ദിസ് ഹൈ. ഈ ഒരു ഹൈയുടെ മേളിലായിരുന്നു. ടേക്ക് പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു ആംഗുലർ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്ക് സേഫ് എക്സിറ്റ് ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. 1:3.7 ആയിരുന്നു ട്രേഡ്. ആൻഡ് ഒറിജിനൽ ടി പി വാസ് ദിസ്. കറക്റ്റ് മാർക്കറ്റ് ഫ്ലാഗ് ആൻഡ് ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോളിന്റെ ടി പി അടിച്ചിട്ട് തിരിച്ച് കയറിപ്പോയി. സോ ഒബ്വിയസ്ലി ദിസ് വാസ് എ ചാറ്റ് പാറ്റേൺ ട്രേഡ്. ഗോൾഡ് ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ബൈയിങ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഫോം ചെയ്ത് റീട്രേസിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ വൈകിട്ട് ന്യൂയോർക്ക് സെഷനിൽ ഒരു ബൈ ട്രേഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവൻ ഇഫ് ഇറ്റ്സ് ഫോളിങ് വി വിൽ ലുക്ക് ഫോർ എ സെൽ. ജസ്റ്റ് വെയിറ്റ് വാട്ട് മാർക്കറ്റ് ഷോസ്. മാർക്കറ്റ് കറന്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമുക്കിനി അടുത്തൊരു ട്രേഡിന് വെയിറ്റ് ചെയ്യാം. ആൻഡ് just wait for what market shows.